ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? 2 ദിവസമായാലും നമ്മൾ തമ്മിലൊക്കെ കണ്ടിട്ട്. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. കുറച്ച് അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ. അപ്പം ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. ഇന്നൊരിത്തിരി സമയം വൈകിട്ടാണ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. തലേ ദിവസം തന്നെ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഞാനിതാ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടേനു. അപ്പം നമുക്ക് നല്ലൊരു തൊഡ്ഡലിയിൽ തന്നെ നമ്മൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങോട്ട് ആരംഭിക്കാം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കോഴികളും കാക്കകളും ഒക്കെ ഒച്ചയും ഉണ്ടാക്കണേ, ഒന്ന് ക്ഷമിച്ചാളിട്ടോ. ഞാൻ എപ്പോഴെങ്കിലും വീഡിയോ എടുക്കാൻ തുടങ്ങണേ, വോയിസ് ഓവർ എടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഇവർ എവിടുന്നാന്നറിയില്ല കുറ്റിയും പറിച്ചൊക്കെ ഇങ്ങോട്ട് വരും വീട്ടിൽ. അപ്പം ഞാനിന്ന് ഇഡ്ഡലി ഉണ്ടാക്കാൻ പോണത് നമ്മുടെ അകാരോൻ്റെ കെറ്റിലാണ് കേട്ടോ. അപ്പം നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ റാക്ക് വെച്ചിട്ട് ഇതാ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ. ഈ പാത്രത്തിൽ നമുക്ക് കേക്കും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ തന്നെയാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. സ്റ്റീം ചെയ്തെടുക്കാൻ ഈ പാത്രം അടിപൊളിയാണ്. അടിയിൽ പിടിക്കൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാനൊരു ഇത്തിരി നെയ്യൊക്കെ പറ്റിയിട്ടാണ് ഇതാക്കൽ. അതാകുമ്പോൾ ഇനി അടിയിൽ പിടിക്കൂ എന്നുള്ളൊരു പേടി വേണ്ട, വേഗത്തിലാണ് പോകുന്നത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഇഡ്ഡലി അല്ല ഉണ്ടാക്കണേ, തൊഡ്ഡലിയാണ് കേട്ടോ. കാരണം ഇഡ്ഡലി നമ്മൾ സാധാരണ മറ്റേ ആ ഒരു ഇതിലാക്കി എടുക്കുമ്പോഴാണല്ലോ അതൊരു ഇഡ്ഡലി ആവുക. അപ്പം ഞാനതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണ്ടേ. ഇനി നമ്മളെ കെറ്റിലിൻ്റെ അടുപ്പ് അടച്ചു വെച്ച് ഒരു 10 ഒക്കെ മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേന് നമ്മുടെ ഇഡ്ഡലി റെഡി ആയി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇടക്കൊന്ന് തുറന്നു നോക്കിയാലും കുഴപ്പമൊന്നുമില്ലാന്ന്. അപ്പോൾ തുറന്നു നോക്കിയിട്ട് വെള്ളം ഉണ്ടോ വെന്തിക്കണോ എന്നൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ഇടക്കൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ടേനി കേട്ടോ. അപ്പോഴാണ് അടപ്പ് ഇതിമിങ്ങനെ മുട്ടി നിൽക്കേനി കേട്ടോ. അതാണ് അവിടെ വേറെ ഒരു സ്ഥലത്ത് ഒരു ഇത്തിരി ഏറ്റക്കുറച്ചിൽ കാണുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് വെന്തോ എന്നുള്ളത് ട്യൂബിൽ വെച്ചിട്ടൊക്കെ ഞാനൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടേനി കേട്ടോ. അപ്പം ആ വെന്ത് വന്നിക്കണം. അപ്പം ഞാൻ വേഗം പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുത്തു കേട്ടോ. ഞാൻ ഈ കെറ്റിലിൻ്റെ വീഡിയോ കാണിച്ച സമയത്ത് പലരും കമൻറ്റ് ചെയ്തതാണ് കറണ്ട് ബില്ല് വരുമ്പോൾ എനിക്ക് കാണാന്നുള്ളത്. പിന്നെ കറണ്ട് ബില്ല് അധികം ആകോ എന്നുള്ളതും കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റും അതിനുള്ള റിപ്ലൈയും ഞാൻ എന്താ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സമയം ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ച് നോക്കിക്കളെങ്കിൽ. അപ്പോൾ കറണ്ട് ബില്ല് ആകുമോ എന്ന് ചോദിച്ചോലോട്, നമ്മൾ സാധാ കെറ്റിൽ നമ്മൾ ഉപയോഗിക്കില്ലേ, എല്ലാവരുടെ വീട്ടിലും ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഗ്യാസ് ഉണ്ടെങ്കിലും വെള്ളം തിളപ്പിക്കാനൊരു കെറ്റിൽ. ഇത് സെയിം അതന്നെയാണ് സംഭവം. അതിൽക്കൂടെ ഒരു ഇത്തിരി മോഡിഫിക്കേഷനും കൂടി വരുത്തി നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ഇങ്ങനെയുള്ള കുക്കിങ്ങിനൊക്കെ പറ്റും. ഇത് നമുക്ക് എപ്പോഴും കുക്ക് ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റില്ല. ഇതൊരു മിനിമൽ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ആണെങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ രാവിലെ നമുക്ക് ഇഷ്ടംപോലെ ഇനിയിപ്പോൾ 2-3 ആൾക്കാർ രാവിലെ ഫുഡ് ഉണ്ടാകാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഇഷ്ടംപോലെ കുക്കിങ്ങിൻ്റെ പണികൾ ഉണ്ടാവും. കാരണം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഒന്നിച്ചുണ്ടാക്കുന്ന സമയത്ത് ഒരു സ്റ്റീം ചെയ്യാനുള്ള ഇതിൽ വെക്കാം. വേണമെങ്കിൽ ഒന്ന് അരി വേവിച്ചെടുക്കുകയോ വെള്ളം തിളപ്പിക്കുകയോ പാൽ തിളപ്പിക്കുകയോ അങ്ങനെയുള്ള കുക്കിങ്ങിനൊക്കെ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, നമ്മൾ എണ്ണ നല്ലോണം ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ അങ്ങനത്തെ കാര്യത്തിനൊന്നും പറ്റൂല. എണ്ണ ഒഴിച്ച് നമ്മൾ വയറ്റിയെടുക്കാൻ അങ്ങനത്തതിനും പറ്റൂല കേട്ടോ. കാരണം എണ്ണ ഒഴിച്ച് ഉടനെ വയറ്റി നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ ഉള്ളിലേക്കൊന്ന് നല്ലപോലെ വാടി കിട്ടാൻ അങ്ങനെയൊന്നും ഇതിൽ വയറ്റാൻ വേണ്ടിയിട്ട് പറ്റൂല. കാരണം വേഗം ഇതിൻ്റെ അടി ചൂടായിട്ട് കെറ്റിൽ ഓഫാകും. ഓഫായി കഴിഞ്ഞാൽ പേടിക്കാറൊന്നുമില്ല. കുറച്ച് സമയം കഴിഞ്ഞ് ചൂടാറി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഓണാക്കിയാൽ അത് ഓണാകും. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഞാനിത് വല്ലാണ്ട് കേക്ക് എടുത്തിട്ടൊന്നുമില്ല. കാരണം വെള്ളം നമ്മൾ ജസ്റ്റ് തിളപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ജോയിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്ത് ഞാനിതാ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കെറ്റിലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ 2 ദിവസമായിട്ട് ഇവിടെ കുറേ ആൾക്കാർ ആകാശത്ത് കൂടെ പാറി പറന്ന് നടക്കുകയാണേ. മിഞ്ഞാന്ന് ഞങ്ങൾക്ക് ഒരു ഹൗസ് വാമിങ് ഉണ്ടായിന് കേട്ടോ. അപ്പം അങ്ങനെ പോയി വന്ന സമയത്ത് വരുന്ന വൈക്കലാണ് അമ്പലത്തിൽ ഇപ്പം അഖണ്ഡനാമൊക്കെ നടക്കുകയാണല്ലോ എല്ലായിടത്തും. അപ്പം അങ്ങനെ ഹൈഡ്രജൻ ബലൂണൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അത് സെനുവിൻ്റെത്, വിമാന മജുവിൻ്റെത്, പിന്നെ നിയക്കുട്ടിക്ക് വേറെ ആണ് കേട്ടോ. നിയക്കുട്ടിൻ്റെ ഇതാ ഈ ചുമരിൽ ഇങ്ങനെ ചാരി ചിരിച്ചിരിക്കുന്ന ലബോബുമാണ് കേട്ടോ നിയക്കുട്ടിൻ്റെ ആള്. അപ്പോൾ ഓല് രണ്ടാളും മദ്രസക്ക് പോയ സ്ഥിതിക്ക് ജനക്കുട്ടനെ ഇതാ ഇവിടെ ഇതുകൊണ്ട് കഴിച്ചുകൊണ്ട് നടക്കണം കേട്ടോ. ഇടയ്ക്ക് അജുവിൻ്റെ വന്നെടുക്കും. നിയമോളത് പിന്നെ അട്ടത്തായതുകൊണ്ട് അത് കിട്ടണില്ല. ഇതാണ് കേട്ടോ ഓൻ്റെത് ചെറുതായിട്ടൊന്ന് കാറ്റൊക്കെ ഒഴിഞ്ഞിക്കണേ. പിന്നെ ഞാൻ അതിൻ്റെ തുമ്പത്തൊരു ഇത് കെട്ടി കൊടുത്തിക്കാണ് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ മുറ്റത്തൊക്കെ ഇത് കൊണ്ട് പോയാൽ പിന്നെ ഞാൻ വേറെ ഉണ്ടാക്കേണ്ടി വരും. ഇന്നലെ പിന്നെ നമ്മൾ രാവിലെ പോയിട്ട് വൈകുന്നേരത്താണ് വന്നത് കേട്ടോ. ഇന്നലെ ഫുൾ ടൈം പെരയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ
ക്ലീനിങ് കുറച്ചധികം ചെയ്യാനുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അധികം ക്ലീനിങ് തന്നെയാണ് കേട്ടോ മാക്സിമം ഉൾപ്പെടുത്തിയിരിക്കണത്. അപ്പം അതാ പെരൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ഇന്നലെ വൈകുന്നേരത്തായി വന്നതുകൊണ്ട് തന്നെ പിന്നെ ബാക്കിയൊന്നും എനിക്ക് ഒതുക്കിയെക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ അവിടെ ഇവിടെയും വലിച്ചു വാരിട്ട ആ ഒരു സ്ഥിതിയിലാണ്. പിന്നെ രാവിലെ മാറ്റിയത് അങ്ങനെയുണ്ട്. അങ്ങനെ ഈ റൂം മൊത്തം അലമ്പായിട്ടാണ് കിടക്കുന്നത്. അപ്പം എന്തായാലും ഒരിത്തിരി പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് കാറ്റും വെളിച്ചൊക്കെ കയറാൻ വേണ്ടി ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ഒരു ഇത്തിരി കാറ്റും വെളിച്ചൊക്കെ വരുമ്പോ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഒരു എനർജി ഇങ്ങോട്ട് വരുമല്ലോ. അപ്പൊ ഇനി വേഗം ഇതൊക്കെ ഒന്ന് എടുത്ത കേട്ടോ. കടക്കപ്പായി വരെയും മടക്കിയിട്ടില്ല. അപ്പൊ ദാ ഇവിടെ ഒരാൾ നിന്നിട്ട് തെയ്യം തുള്ളുന്നുണ്ട് കേട്ടോ. ആ തുള്ളല് വേറെ ഒന്നിനല്ല, മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആൾക്ക് കഫക്കെട്ടൊക്കെ ആയിട്ട് ഇപ്പൊ മരുന്ന് കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാന് മരുന്ന് കൊടുക്കാൻ മറക്കേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടു നേരം ഓൻ ആ സമയമായ ഓന് മരുന്ന് ചോദിച്ച് വാങ്ങി കൊടുക്കും കേട്ടോ. അതുകൊണ്ട് എനിക്ക് മറക്കണ പ്രശ്നം ഉണ്ടാവില്ല. ഞാനാണെങ്കിൽ മരുന്ന് 2 ദിവസം കൊടുത്താല് 3-ാമത്തെ ദിവസം ഞാൻ മറക്കും കേട്ടോ. ഈ വയ്യായിക ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്കത് ഓർമ്മ ഉണ്ടാവുക. അപ്പം ആ മരുന്നൊക്കെ കൊടുത്ത് ഇനി ഞാനിതൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി വെക്കട്ടെ കേട്ടോ. ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും മടക്കി വെച്ച സകല പുതപ്പും വലിച്ചിടലാണ് കേട്ടോ ഇവിടെ എല്ലാവരിലൊക്കെ ഹോബി. അതിനിടയ്ക്ക് നമ്മൾ ജനക്കൂട്ടൻ ചാനലിൽ കയറിയിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഓനെ ഞാൻ വലിച്ച് താഴെ ഇറക്കിക്കണേ. ക്യാമറന്റെ മുന്നിൽ വന്നിട്ടാണ് കേട്ടോ മിക്സിങ് കാണിച്ചത്. പക്ഷെ ഒരു സൈഡിലായി പോയി എന്നുള്ളതൊന്നും ഓൻ അറിയുന്നില്ല. ഓൻ ഇടക്കിടക്ക് വന്ന് കാണ്ടി ക്യാമറയുടെ മുന്നിൽ വന്ന് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാട്ടിത്തരും. ഈ കിടക്കണതൊക്കെ അലക്കാനുള്ളതാണ് കേട്ടോ. ഇന്നലെ രാവിലെ പോയപ്പെട്ടതും പിന്നെ വൈകിട്ട് വന്നിട്ട് കഴിച്ചിട്ടതും ഒക്കെ ആയിട്ട് കുറച്ചധികം അലക്കാനുണ്ട്. അങ്ങനെ ഈ റൂമിൽ അടുക്കി പൊറുക്കൽ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനിയൊന്ന് അടിച്ചു വരും കൂടി ചെയ്താൽ കഴിഞ്ഞു പരിപാടി. ഈ റൂമാണ് ഏറ്റവും കൂടുതൽ അലമ്പാക്കുക കേട്ടോ. കാരണം ഇവിടെയാണ് പോലെ പഴിക്കലും കാര്യങ്ങളും അതേപോലെ തന്നെ മാറ്റലും ഒരുങ്ങലും പോകലും ഒക്കെ ആ റൂമിലാണ്. ഈ റൂമിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഒതുക്കി വർക്കിയൊക്കെ ഒന്ന് നേരാക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. അധികം അലമ്പാക്കാനൊന്നും ഈ റൂമിൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വൃത്തിയാക്കി വെച്ചു. സിറ്റ് ഔട്ടിൽ പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ അടിച്ചു വരുന്ന കൂട്ടത്തിൽ എല്ലാം അതൊന്നും അടിച്ചു വരി വൃത്തിയാക്കി അങ്ങോട്ട് ഇടും. ഈ സ്റ്റൂള് ഇപ്പോൾ എൻ്റെ സ്വന്തമാണ് കേട്ടോ. ഈ സ്റ്റൂള് ഏതെങ്കിലും ഒരു ജനലിൻ്റെ ഭാഗത്ത് ഇവിടെ കൊണ്ടുവന്നിടും. എന്നിട്ട് ഇതേപോലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വണ്ടി വരുമ്പോൾ ഇവിടെ എങ്ങനെ വന്നിരിക്കലാണ് കേട്ടോ പണി. ഇതിലാണെങ്കിലോ 2 വാർഡുകൾ എടുത്തെടുത്തായതുകൊണ്ട് ഈ 2 വാർഡത്തതും വിളിച്ചറിഞ്ഞ അങ്ങനെ പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ ഓനക്ക് ഇങ്ങനെ ഈ ഒരു പണി തന്നെ ഉള്ളൂ നേരം വെളുത്താൻ. ഞമ്മക്കാണെങ്കിലോ ചെവിക്കൊരു സ്വൈരം എന്ന് പറയുന്നതില്ല. നേരം വെളുത്താ ഇത് കേൾക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ.
അങ്ങനെയൊക്കെ ആണെങ്കിലും ക്ലീനിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മക്കൾക്കുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് ഇതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഒരുപാട് പണികൾ ഉണ്ടായതുകൊണ്ട് ഇനിയിപ്പോൾ അലക്കാനുള്ള ഒരു വണ്ടിക്ക് അത് അലക്കും കൂടി വേണം. അതിന് മുന്നേ ഞാൻ വേഗം ഒന്ന് കൊണ്ടുവന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കേകി വെക്കാമെന്ന് വിചാരിച്ചു. ചാടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കേകിയാണ് ഞാൻ വേഗം അലക്കാൻ ഇറങ്ങിയിട്ടോ. കാരണം വെയിൽ വന്നാൽ പിന്നെ അലക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വെയിൽ വരുന്നതിന് മുന്നേ അലക്കൽ തീർക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി പണികൾ എടുക്കാമെന്ന് വിചാരിച്ചു. അലക്കലും കൂടി കഴിഞ്ഞ് കിട്ടിയാലാണ് എനിക്കൊരു മനസ്സമാധാനം ഇങ്ങോട്ട് വരില്ല കേട്ടോ. കാരണം അലക്കൽ എനിക്ക് ഒരിത്തിരി ഭാരപ്പെട്ട പണിയാണ്. ഭാരം പറഞ്ഞാൽ അങ്ങനെയല്ല, അതും കൂടി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കൊരു ഭയങ്കര സമാധാനം. അന്നത്തെ പകുതി പണി കഴിഞ്ഞു എന്ന ഒരു തോന്നലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പകുതി ഭാരം ഞാനിതാ ഇറക്കി വെച്ചിങ്ങനെ കേട്ടോ. പിന്നെ പാത്രം കൈകൾ ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അകത്തെ പണി വെയിൽ വന്നാലും എടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം അലക്കാൻ വേണ്ടിയതേനി കേട്ടോ. പിന്നെ സെനിക്കൂട്ടനങ്ങൾ ഇന്ന് വല്ലാതെ വീഡിയോയിൽ കാണാത്തത് എന്താണെന്ന് വെച്ചാൽ ആൾക്ക് ആ ജനൽക്കൊന്ന് പോരാനോ ഒഴിവില്ല കേട്ടോ. ആ ജനൽ ഞങ്ങൾ അടക്കലേ ഇല്ല. വൈകുന്നേരം കിടക്കാൻ നേരത്തൊക്കെയാണ് ആ ജനൽ അടക്കൽ. കാരണം വൈകുന്നേരം ആയാലും ഇതിലിങ്ങനെ വിളിച്ചു പറഞ്ഞു പോകും. ഓന് ഈ പാട്ട് വരുമ്പോഴത്തേന് പാട്ട് വന്നു പറഞ്ഞിട്ട് ഓടി അവിടെ പോയി. കുട്ടിച്ചണ്ട അപ്പൊ നമ്മുടെ വായക്കൊലതാ അവിടെ ഒരു മൂലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പകുതിയൊക്കെ പോയി പഴുത്ത് തുടങ്ങി. ഇന്നിപ്പോ ഞാനേ ഉച്ചക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതാണ് ഗ്യാസുമ്മലൊന്നും ഒരു പാത്രങ്ങളൊന്നും അധികം കാണാത്തത്. വെള്ളം തിളപ്പിച്ച ഒരു കുടുക്ക മാത്രമേ ഉള്ളൂ അവിടെ കേട്ടോ. ഇന്നലെ രാവിലെ പോയി വൈകുന്നേരം വന്നതുകൊണ്ട് ഇന്നലത്തെ തൊടിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഈ തൊടിയും കൂടി കഴിയണം ഒരു സമാധാനമാണെങ്കിൽ. എനിക്ക് എല്ലാ ദിവസത്തെയും പണി കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ തുടക്കലും കൂടി കഴിയണം കേട്ടോ. ഞാൻ ഡെയിലി തുടക്കും ചെയ്യുവേ. കാരണം സെനിക്കുട്ടനൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഡെയിലി തുടക്കണം. പിന്നെ ഈ കുട്ടികൾ അവിടെ ഇവിടെയും പൊടിയൊക്കെ ആക്കിയിട്ടും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തുടക്കൽ ഡെയിലി നടത്തലുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ഒരു ചെറിയൊരു മേക്ക് ഓവറും നടത്തിയിട്ടുണ്ട്. ഇനി മേക്ക് ഓവർ എന്ന് പറയാനൊന്നുമില്ല, ചെറിയൊരു മാറ്റം. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കിടന്നതിന് മേശ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ തിരിച്ചിടുമ്പോഴാണ് ഒത്തിരി കൂടി സ്പേസും പിന്നെ ഇതിൻ്റെ അടിയിൽ ക്ലീൻ ആക്കാനും ഒക്കെ സുഖം എന്ന് തോന്നിക്കാണ്ട് ഞാനിതാ ഇങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ടേനി കേട്ടോ. മേശ ഭയങ്കര കനാണെന്ന് പറഞ്ഞ് ഞാനതിമ്പോൾ ഒന്ന് നീക്കാനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാത്ത ആളാണ് കേട്ടോ. ഇന്ന് ഞാൻ ടേബിൾ ഒറ്റക്ക് വലിച്ച് തിരിച്ചിട്ടു കേട്ടോ. മെല്ലെ നിരക്കി. ചില സമയങ്ങളിൽ ഞാനൊരു ബാഹുബലിയൊക്കെ ആകാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ തള്ള വൈബ് എത്തിയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തിന് വേദനയും വിലക്കൊക്കെ കേൾക്കാറ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഉച്ചക്ക് ചോറ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. പക്ഷെ എന്നാലും നമ്മൾ പട്ടിണിയൊന്നും അല്ല കേട്ടോ. അപ്പം ഇന്നലെ മരഞ്ചത്തിൻ്റെ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോയപ്പോൾ അന്ന് കുഞ്ഞുട്ടി വരാത്തതുകൊണ്ട് കുഞ്ഞുട്ടിക്കെല്ലാം ഫുഡൊക്കെ മാമ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുഞ്ഞുട്ടിക്ക് രാത്രി കഴിച്ചാലും ബാക്കി രാവിലെ കുട്ടികൾ കഴിച്ചിട്ടും കുറച്ച് ബാക്കി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ഉച്ചക്ക് അതിങ്ങനെ തീർക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ ഉച്ചക്ക് ഞാൻ ആ ചോറാണ് കേട്ടോ എടുത്ത് കഴിച്ചത്. അതുകൊണ്ടാണ് ഞാനിന്ന് ഫുഡൊന്നും വെക്കാഞ്ഞത്. പിന്നെ വലിയ ആൻറ്റീൻ്റെ ലക്ഷദ്വീപ് ആൻറ്റീൻ്റെ വക അച്ചാറും ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടേനി. അപ്പോൾ അതും കൂട്ടിയിട്ട് ഞാൻ ഇന്ന് നല്ല വൃഷ്ടാനം ഊണ് കഴിച്ചിട്ടുണ്ടേനി കേട്ടോ. എൻ്റെ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ തന്നെ സെനിക്കുട്ടനെ ഫുഡ് കൊടുക്കലും ഉറക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേനി കേട്ടോ. അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പം ഇന്നത്തെ ക്ലീനിങ് ഒക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.
അസ്സലാമു അലൈക്കും. ബൈ.